ശിവൻകുട്ടി മന്ത്രിയൊക്കെ തന്നെ, എന്നാലും കുറച്ച് പൊങ്ങച്ചത്തിന്റെ ആശാനാണോ എന്നൊരു സംശയം. ഇടയ്ക്കിടയ്ക്ക് കാറ്റടിക്കുന്നത് പോലെ ഓരോ സോഷ്യൽ മീഡിയ പോസ്റ്റ് വരും. മന്ത്രി അപ്പൂപ്പന് വന്ന ഫോൺ കോൾ, മന്ത്രി അപ്പൂപ്പന് വന്ന കത്ത്, അങ്ങനെ ഇങ്ങനെ. ഇതൊക്കെ ഉള്ളതാണോ അല്ലയോ എന്ന് തമ്പുരാൻ അറിയാം. ആരെങ്കിലും പുള്ളിയുടെ എന്തെങ്കിലും വിഷയം എടുത്തിട്ടാൽ പിന്നെ വെല്ലുവിളിയായി. രാജീവ് ചന്ദ്രശേഖരനെ സംവാദത്തിന് വിളിച്ചതറിഞ്ഞില്ലേ? നിരവധി വർഷങ്ങളായി തിരുവനന്തപുരത്തെ ഭരണം നിയന്ത്രിക്കുന്ന വി ശിവൻകുട്ടി നഗരത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളിൽ മറുപടി പറയണമെന്നത് BJPയുടെ മാത്രം ആവശ്യമല്ല. കേരളത്തിലെ ഒരുപാട് ജനങ്ങൾ ആ മറുപടിക്കായി കട്ട വെയിറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ശിവൻകുട്ടിയെയും സംവാദത്തിന് വെല്ലുവിളിച്ചിരിക്കുകയാണ് മേയർ VV രാജേഷ്. തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നവും കുടിവെള്ള പ്രശ്നവും ഇത്ര കാലം കൊണ്ട് പരിഹരിക്കാത്ത മന്ത്രിയും സംഘവും തിരുവനന്തപുരം മേയർ VV രാജേഷ് അടക്കമുള്ള നഗരസഭാ ഭരണസമിതിയുമായി പരസ്യ സംവാദത്തിന് തയ്യാറാവുകയാണ് വേണ്ടത്. ശിവൻകുട്ടി യഥാർത്ഥത്തിൽ അയ്യപ്പനും കോശിയും കളിക്കുകയാണ്. നഗരത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് എന്ത് നടപടികൾ സ്വീകരിച്ചു എന്ന് ശിവൻകുട്ടി വ്യക്തമാക്കുക തന്നെ വേണം. കോർപ്പറേഷൻ പരിധിയിൽ മുൻ മേയർമാരും മന്ത്രിമാരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ, വി ശിവൻകുട്ടി, VK പ്രശാന്ത് ഇവരുടെ കാലയളവിൽ നഗരത്തിൽ നടത്തിയ വികസനത്തെ സംബന്ധിച്ചും 3 മാസം കൊണ്ട് BJP ഭരണസമിതി നടത്തിയ വികസനത്തെക്കുറിച്ചും സംവാദത്തിന് BJP തയ്യാറാണ്. 3 പതിറ്റാണ്ട് മുമ്പ് സ്ഥാപിച്ച പൈപ്പിലൂടെയാണ് അരുവിക്കരയിൽ നിന്നും കുടിവെള്ളം എത്തിക്കുന്നത്. കൊണ്ടുവരുന്ന വെള്ളത്തിന്റെ 35% ലീക്കായി പോന്നു. മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് സ്വീകരിച്ച നടപടി എന്തെന്ന് ജനങ്ങളോട് വ്യക്തമാക്കണം. തെരുവ് നായ്ക്കളുടെ വന്ധ്യംകരണം ആരംഭിച്ചത് വി ശിവൻകുട്ടി മേയറായിരുന്ന കാലത്താണ്. അന്ന് 1500ഓളം നായകളെ വന്ധ്യംകരിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ നായകളുടെ എണ്ണം 10000ഓളമായി. വിളപ്പിൽ ശാല എന്ന് കേൾക്കുമ്പോഴേ ജനത്തിന് പേടിയാണ്. രാജ്യത്തിന്റെ പല ഭാഗത്തും വളരെ ഫലപ്രദമായി മാലിന്യ സംസ്കരണം നടപ്പിലാക്കിയപ്പോൾ ഇവിടെ കുറെ പണം വെറുതെ കളഞ്ഞതല്ലാതെ പദ്ധതി ഒന്നും നടപ്പിലായില്ല. ഇതിനെല്ലാം ശിവൻകുട്ടിയും VK പ്രശാന്തും കടകംപള്ളി സുരേന്ദ്രനും മറുപടി പറയുക തന്നെ വേണം. ഭാരതത്തിൽ ഡിജിറ്റൽ വിപ്ലവം നടപ്പിലാക്കി തുടങ്ങിയപ്പോൾ ഗ്രാമങ്ങളിലെ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ അടുത്തൊക്കെ ഇന്റർനെറ്റ് കണക്ഷൻ എങ്ങനെ എത്തുമെന്നാണ് കോൺഗ്രസിലെ മുൻ ധനകാര്യമന്ത്രി P ചിദംബരം ചോദിച്ചത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖരുടെ നേതൃത്വത്തിൽ IT മേഖലയിൽ നടത്തിയ വിപ്ലവകരമായ മാറ്റമായിരുന്നു ഇന്ന് കാണുന്ന ഇന്റർനെറ്റ് സംവിധാനം. വിദ്യാഭ്യാസ മേഖലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. സ്കൂളിൽ പാമ്പുകടിയേറ്റും വൈദ്യുതാഘാതമേറ്റും കുട്ടികൾ മരിച്ചത് ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോഴാണ്. നഗരത്തിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമായ സ്ഥലം കഴക്കൂട്ടത്തെ കുളത്തൂരാണ്. കടകംപള്ളി സുരേന്ദ്രൻ MLA ആയി മന്ത്രിയുമായി. പ്രശ്നം പരിഹരിക്കാൻ എന്ത് ചെയ്തെന്ന് വ്യക്തമാക്കണം. ഈ പ്രദേശങ്ങളിലെല്ലാം സൗജന്യമായി കുടിവെള്ളം ചെയ്യുന്നത് BJP ഭരിക്കുന്ന നഗരസഭയാണ്. സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള മേയറുടെ അഭ്യർത്ഥന മന്ത്രി ശിവൻകുട്ടി സ്വീകരിച്ച് മറുപടി നൽകണം. 10 വർഷത്തെ കേരള ഭരണത്തിലെ പിടിപ്പുകേടുകൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സംവാദത്തിന് ക്ഷണിച്ചിരുന്നു. നിരവധി തവണ ക്ഷണിച്ചിട്ടും മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുകയാണ്. ഭരണ നേട്ടങ്ങളെ പറ്റി മുഖ്യമന്ത്രിക്ക് യാതൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് ഈ ഒഴിഞ്ഞുമാറൽ എന്ന കാര്യം ഉറപ്പ്. മന്ത്രി ശിവൻകുട്ടി സംവാദം നടത്തേണ്ടത് തിരുവനന്തപുരത്തെ മേയറോടാണ്. നിയമത്തിന് വേണ്ടിയും തിരുവനന്തപുരം നഗരത്തിന് വേണ്ടിയും എന്താണ് ഇത്രകാലം കൊണ്ട് ശിവൻകുട്ടി ചെയ്തതെന്ന് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് ഇതൊരു അവസരമാകും. അധികാരത്തിന് സ്വാധീനം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനെ വരുതിയിലാക്കാൻ ശിവൻകുട്ടി നീക്കം നടത്തുന്നതിന്റെ തെളിവുകളും പുറത്തു വരുന്നുണ്ട്. ശിവൻകുട്ടി ഭരിക്കുന്ന തൊഴിൽ വകുപ്പിൽ നിന്ന് നേമം നിയോജക മണ്ഡലത്തിലെ റിട്ടേണിംഗ് ഓഫീസർ ഉൾപ്പെടെ 90ലധികം ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പിനായി നിയോഗിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ചുമതലകൾക്കായി ഡെപ്യൂട്ടേഷൻ ലഭിക്കുന്നതിന് മുൻപ് ശിവൻകുട്ടിയുടെ ഭരണ നിയന്ത്രണത്തിലാണ് ഈ ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചത്. തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ BJP സ്ഥാനാർത്ഥിക്കെതിരെ അവർ തുടർച്ചയായി ഇടപെടുന്നത് മന്ത്രിയുടെ ഒത്താശയോടെയാണ്. ഉദ്യോഗസ്ഥർ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് ദോഷകരമായും മന്ത്രിക്ക് അനുകൂലമായും പെരുമാറുന്നുവെന്നും പരാതിയുണ്ട്. എന്തായാലും
ശിവൻകുട്ടിയുടെ ചീഞ്ഞ കളികൾക്കെല്ലാം അധികം വൈകാതെ കർട്ടൻ വീഴും. അതുവരെ ശിവൻകുട്ടി മെഴുകി നടക്കട്ടെ.